ഇന്നെന്ത് പറ്റിയമ്മ പഴങ്കഞ്ഞി? അത് മക്കൾ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ലല്ലോ, അപ്പോഴേ അതിൽ ചോറ് മിച്ചം വന്നുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരുന്നു. ഇപ്പോഴത്തെ അരി വില അറിയാമല്ലോ നമുക്കൊക്കെ. ആ, അരിയുടെ വില കൂടി നമ്മളെ ഹരി പറയണ കേട്ടു. ഞാനൊന്നും അല്ല പറഞ്ഞത്, നാട്ടുകാർ പറയണ കേട്ടതാ. അരിയെല്ലാം വില കൂടിപ്പോയി. അരിയെന്ന് മാത്രമല്ല, സകല സാധനങ്ങൾക്കും വില കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉരുണ്ടുരുണ്ടങ്ങ് പോവുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓരോ മാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലേ, ഓരോ പ്രാവശ്യമായിട്ട് കൂടിക്കൊണ്ടിരുന്നാൽ അത് നമുക്കത് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റേഷൻ കടയിൽ നിന്ന് നമ്മൾ അരി വാങ്ങിക്കും, പക്ഷെ അത് തികയില്ല. തികയാതെ വരുമ്പോൾ കടയിൽ നിന്ന് അരി വാങ്ങിക്കും. നമ്മളിവിടെ സുലേഖ അരിയാണ് വാങ്ങണത്. 46 ഇപ്പം അത് വാങ്ങാൻ പോയപ്പം 50 കഴിഞ്ഞ്. 10,000 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു മാസം ഈ അരി എല്ലാ സാധനങ്ങളും വില കൂടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലമ്മ, അമ്മ ഇപ്രാവശ്യം അരി വാങ്ങിക്കാൻ പോയപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു? അത് മോനെ, നമ്മൾ ഇവിടെ ജയ അരിയാണ് വാങ്ങിക്കുന്നത്. 1 കിലോ കഴിഞ്ഞ മാസം വാങ്ങിച്ചപ്പോൾ 1 കിലോയ്ക്ക് 55 രൂപയായിരുന്നു. ഈ മാസം നമ്മൾ 10 കിലോ വാങ്ങിച്ചപ്പോൾ 600 രൂപയായി. ഇവിടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഒരു മാസം എത്ര കിലോ അരി വേണ്ടി വരും? ഞാനും ഭാര്യയും കൊച്ചും പിന്നെ അച്ഛനും അമ്മയും, ആകെ 5 പേര്. പിന്നെ നമുക്ക് ഒരു മാസം 10 കിലോ അരി വാങ്ങിക്കും. അത് തികയണമെന്നില്ല, പിന്നെ റേഷനും കൂടെ ഒക്കെ വാങ്ങിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ അരിയാഹാരം കഴിക്കുന്നത് കുറയ്ക്കേണ്ടി വരും. എനിക്ക് നാളെ ദോശ മതി. പാച്ചു, ഇഡ്ഡലിയും ദോശ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. ഉച്ചയ്ക്ക് 1 നേരമൊക്കെ ആയിരിക്കും ചോറ്, 2 നേരം നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരാം. എടാ, ആ മായിൻ്റെ ഇടയിലേ പൈസ കൊടുത്തിട്ട് പോകണം നീ ജോലിക്ക് പോകുമ്പോ. ശമ്പളം കിട്ടിയിട്ട് കൊടുത്താൽ പോരെ അമ്മ? അമ്മേടെ ക്ഷേമ പെൻഷൻ ഒന്നും കിട്ടില്ലേ? ബാലൻസ് 5 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. 5 മാസം. അരിവില കൂടുമ്പോൾ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇതുപോലെ അരിയാഹാരം കുറയ്ക്കുന്ന ചില കുടുംബങ്ങളുമുണ്ട്. പ്രേം ശശിക്കൊപ്പം ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.